രക്ഷിതാക്കളെയും പ്രിയ വിദ്യാർത്ഥികളെയും നല്ലവരായ നാട്ടുകാരെയും മൂലമറ്റ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. വികസന പ്രവർത്തനങ്ങളിലും പാഠ്യേതര രംഗത്തും നേതൃത്വം നൽകി സ്കൂളിനെ മികവിലേക്ക് നയിക്കുന്ന ആദരണീയയായ പ്രിൻസിപ്പൽ ശ്രീമതി നിസാർ കെ അവർകളെ മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പണി കഴിപ്പിച്ച ലാബ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹൈടെക് ലാബ് സമുച്ചയമാണ് നമുക്കിവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഒരു നാടിന്റെ വികസനം തുടങ്ങുന്നത് അവിടുത്തെ വിദ്യാലയങ്ങളിൽ നിന്നാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഇവിടുത്തെ പൗരന്മാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലെ ഈ അടിസ്ഥാന വികസന സൗകര്യം നമ്മുടെ നാടിന്റെ തന്നെ ഒരു അഭിമാനകരമാണ്. സാറിനെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ഫണ്ട് അനുവദിക്ക് നിർമ്മാണ പ്രവർത്തനം തുടക്കം കുറിച്ചെങ്കിൽ പോലും അല്പം തടസ്സങ്ങൾ നേരിട്ടപ്പോൾ വീണ്ടും ഈ സ്കൂളിന്റെ 65ാം ജന്മദിനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ജലസേചന മന്ത്രി റോഷി അഗസ്റ്റൻ അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് ഇന്ന് അതിന്റെ പരിസമാപ്തിയിലെത്തി. ഇന്ന് ഈ ലാബ് ഇവിടുത്തെ എൻ്റെ കുഞ്ഞനുജന്മാർക്കും അനുജന്മാർക്കും തുറന്നു കൊടുക്കും. നമ്മുടെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. 5000 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ 50,000 സ്മാർട്ട് ക്ലാസുകൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ ക്ലാസ് റൂമുകളായിരിക്കും. ജനുവരി 5 തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ പൊതുജന സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ചതാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ലാബ് സമുച്ചയം. ബഹുമാന്യനായ മന്ത്രി ശിവൻകുട്ടി അവരുടെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ആദ്യമായി തന്നെ ഞാൻ അവസരം വിനിയോഗിക്കും. നമ്മുടെ സ്കൂള് വികസന ഘട്ടത്തിൽ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വളരെ മുന്നോട്ട് വന്നു കഴിഞ്ഞു. പഠിക്കാനുള്ള അവസരങ്ങൾ ഒത്തിരി കൂടി കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. അതുകൊണ്ട് തന്നെ സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ അതിൻ്റെ സൂചിക ഏറ്റവും ശ്രദ്ധേയമാക്കി നിർത്തുന്നതിൽ കേരളത്തിന് സാധിച്ചു. അത് കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ടൊന്നുമല്ല, കുറേ വർഷങ്ങളായി നമ്മളെ രംഗത്ത് തുടരുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങളിലൂടെ കുട്ടികൾ ഇന്ന് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് കൂടുതലായിട്ട് വരുന്ന കാഴ്ച കാണാൻ കഴിയും. ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് സ്കൂളുകൾ അത്രത്തോളം സൗകര്യങ്ങളില്ല എന്നതല്ല കണ്ടത്. കുട്ടികളെ കുറെ കൂടി സുരക്ഷിതത്വമുള്ള കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളുകളിലേക്കൊക്കെ മാറ്റാൻ രക്ഷിതാക്കൾ തന്നെ താല്പര്യം കാണിച്ചു. എന്നാൽ ഇന്ന് കേരളത്തിൽ കാണുന്നൊരു സ്ഥിതി എന്താ? 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. 5 കോടി 3 കോടി 2 കോടി രൂപയൊക്കെ മുടക്കി നല്ല സ്കൂൾ കെട്ടിടങ്ങൾ. നമ്മുടെ രാജ്യത്ത് ആരംഭിച്ച ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആരംഭിച്ചു. ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇന്ത്യ ആരംഭിക്കുമ്പോൾ അതിനിടം കൊടുത്ത സംസ്ഥാനം കേരളമായി മാറി. അപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി എടുത്താൽ കേരളത്തിൽ ആദ്യമായി തന്നെ അത്തരം കാര്യങ്ങളിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ റോബോട്ടിക് കോഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരംഭിക്കാൻ കഴിഞ്ഞ ആദ്യത്തെ ഒരു കോളേജായി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് പറയും. 30 പേർക്ക് അഡ്മിഷൻ ഈ വർഷം എടുക്കുക. അപ്പൊ അങ്ങനെ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ എഡ്യൂക്കേഷനുള്ള സൗകര്യം ഇടുക്കിക്ക് പോകപ്പെട്ടു. പോളിടെക്നിക്കുകൾ ആ നിലയിലെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ നാട് കാണുകയിൽ ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയതായി നമുക്ക് ഈ ജില്ലയിൽ തന്നെ ആരംഭിക്കാൻ കഴിയും. നമ്മുടെ ജില്ലയിലെ സാന്തന്മാറിയിൽ ഒരു പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിക്കാൻ കഴിയും. കട്ടപ്പനയിലെ ഗവൺമെന്റ് കോളേജ്
ഗവൺമെന്റ് കോളേജുകളുടെ ഗണത്തിലെ ശ്രദ്ധേയമായ വലിയ സ്ഥാപനമായി മാറി ധാരാളം ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ, അതോടൊപ്പം തന്നെ ഗവേഷണ സ്ഥാപനമായി, ഗവേഷണ കേന്ദ്രങ്ങളായി മാറാൻ കഴിയുന്ന നിലയിൽ നമുക്ക് ആ കോളേജിന്റെ വളർച്ച മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും. ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് വിദ്യാഭ്യാസ പുരോഗതിയുടെ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ ശ്രദ്ധേയമായി നേട്ടം കൈവരിച്ച പഴയ ഒരു സ്ഥാപനമാണ് VHS. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഘട്ടഘട്ടമായി വികസിച്ചു. ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ അഭിമാനം എന്ന് പറയുന്നത്, മുഖമുദ്ര എന്ന് പറയുന്നത് ആ സ്കൂൾ അല്ലെങ്കിൽ ആ നാടിന്റെ റോഡുകളും സ്കൂളുകളുമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളായി മാറിയിട്ടുള്ള നമ്മുടെ ഹൈസ്കൂൾ, അതോടൊപ്പം തന്നെ സെന്റ് ജോർജ് UP സ്കൂൾ, ഈ രണ്ട് സ്കൂളുകളിലെയും നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും നല്ല രീതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടിയും സ്കൂളുകളുടെ PK സഹായത്തോടുകൂടിയൊക്കെ നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ആർട്സ് ഏറ്റവും നല്ല രീതിയിലായി കഴിയും. കടുത്ത മത്സരത്തിലൂടെ മാത്രമേ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പൊതുസമൂഹത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1, +2 പഠിക്കുന്ന സ്കൂളുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാറുള്ളത്. ഇവിടെ അതിൻ്റെ 18 മാസം കൊണ്ട് പണി പൂർത്തീകരിച്ച് ഇന്നത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും വളരെ സന്തോഷമുള്ള കാര്യമാണ്. തൊട്ടു മുമ്പ് ഗവൺമെന്റ് അതിന് മുമ്പ് പണം കഴിച്ചാണ് അപ്പുറത്തെ കെട്ടിടം നടന്നത്.